ഞാൻ ചുമ്മാ പറയുന്നത് ഒറ്റ പ്രാർത്ഥന. അബ്സാലോമിനെ പുറത്താക്കിയാൽ ആദ്യം കഴുത്ത് തലയ്ക്ക് മേളിൽ കാണാതെ തല കഴുത്തിന് മേളിൽ കാണാതെ പോകുന്നത് എൻ്റെ തലയായിരിക്കും. അതുകൊണ്ട് അതിലും ഭേദം ചാവുന്നാന്ന് വിചാരിച്ചിട്ട് അയാൾ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. ഒറ്റ പ്രാർത്ഥന. എന്താണ്? അഹിത്തോഫലിന്റെ ആലോചനകളെ. അപ്പൊ എന്താ ഞാൻ പറയാനുള്ളത്? നിങ്ങൾ ഒത്തിരി തകർച്ചകളിൽ, പ്രയാസങ്ങളിൽ ഒന്നും നടക്കുന്നില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒന്നും നടക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ആത്മാവിൽ കെട്ടിയ ഒരു കാര്യം ഇവിടെ പറയാം. ഇന്ന് ആദ്യമായിട്ട് വന്നവരൊന്ന് കൈവയ്ക്കുക. ഫസ്റ്റ് ടൈം. വണ്ടർഫുൾ. നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഒരു നല്ല സമ്മാനം ചോദിച്ചോ, ഇന്നത് 100-ൽ 100 പേർക്കും കിട്ടും. ഹല്ലേലൂയ. ഇന്ന് ആദ്യമായിട്ട് വന്നവർക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അമ്പോ അപ്പം ഞങ്ങൾ ഇത്രയും കാലം പറയാം. ഇനി നിങ്ങൾ എന്നും മിക്കവാറും വരുന്നവരുണ്ട്. നിങ്ങൾ 10 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 സമ്മാനങ്ങൾ ചോദിക്കാം. ഹല്ലേലൂയ. ഞാൻ വെറുതെ പറയില്ല. ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ ചുമ്മാ പറയില്ല. എനിക്ക് ആത്മാവിൽ ഒരു സ്വരം കിട്ടിയാലേ ഞാൻ പറയൂ. എൻ്റെ തോന്നലുകളൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ 25 തവണ ഇവിടെ വന്നിട്ടുണ്ട്, എണ്ണിക്കണം. 25 കാര്യം ചോദിച്ചോ, 25ഉം നടന്നിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോയിക്കോ എന്നോടൊന്ന് പറയണം ഇനി. അതായത് കർത്താവിൻ്റെ ആത്മാവ് അത് ചെയ്തു തന്നിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഒരുപാട് പ്രയാസമുണ്ട്, ഒത്തിരി ദുഃഖമുണ്ട്, ഒത്തിരി കണ്ണുനീരുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒന്നും നടക്കുന്നില്ല അല്ലേ? പലരെയും പലയിടത്തും വെച്ച് കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്തായി? ചിലർ പറയും, അച്ഛാ അത് നടന്നു. ചിലർ പറയും, ഒന്നും ആയില്ല അച്ഛാ, ഒന്നും ആയില്ല. അത് കേൾക്കുന്നത് സങ്കടമാണ്. ഞാൻ പറയാണ്, നിങ്ങൾക്കിതാ ഒരു കുറുക്ക് വഴി. കഷ്ടതയിൽ കർത്താവിനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരാ. മനസ്സിലിങ്ങനെ വിഷമിച്ച്, അയ്യോ ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാ, നോ. നിലവിളിക്കണം. കർത്താവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടോ. അതായത് ദൈവം ഏത് വ്യക്തിയെയും, നന്നായിട്ട് കേൾക്കണേ, ദൈവം ഏത് വ്യക്തിയെയും നയിക്കുമ്പോൾ ആ വ്യക്തിയിൽ 3 കാര്യങ്ങൾ ഉണ്ടാവുന്നത് വരെ ആ വ്യക്തിയിലെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഇതൊരു വലിയ വെളിപാടാണ് കേട്ടോ. ദൈവം ഏത് വ്യക്തിയെയും നയിക്കുമ്പോൾ, ഒരു ദൈവ പൈതലിനെ ദൈവം നയിക്കുമ്പോൾ ആ വ്യക്തിയിൽ 3 കാര്യങ്ങൾ ഉണ്ടാവുന്നത് വരെ ആ വ്യക്തിയുടെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? $1 മില്യൺ ഇൻസൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? 1, ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയം. അതുണ്ടാവുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ദൈവത്തിലുള്ള എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. 2, അഗാധമായ എളിമ, ഹ്യൂമിലിറ്റി, എളിമ. അഹങ്കാരത്തിൻ്റെ അവസാനത്തെ തരിയും പുറത്താക്കപ്പെടുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 3, വിശുദ്ധി. 100-ൽ 100 ആവില്ല, പക്ഷേ വിശുദ്ധിയിലേക്കുള്ള വഴി നമ്മുടെ പ്രധാന വിഷയമാകുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വിശുദ്ധിയിലേക്കുള്ള വഴി നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ ആകുന്നത് വരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടോണം. എന്നാ പിന്നെ ഈ പരീക്ഷണം ഉണ്ടായിട്ട് ഇതുണ്ടാവുന്നതിനേക്കാൾ നല്ലത് മര്യാദയ്ക്ക് നിങ്ങൾ ഉണ്ടായിക്കൂടെ? ഞാൻ പറയുന്നതേ, വെറുതെ എന്തിനാ ഈ അടി കിട്ടിയിട്ട് നന്നാവുന്നേ? അടി കിട്ടാതെ നന്നായിക്കൂടെ? വെറുതെ അടിയും കൊണ്ട് നന്നാവാൻ നിൽക്കുന്നതിന് പകരം നമ്മൾ തീരുമാനിക്കുകയാണ്, വേണ്ട ഞാൻ നന്നായിക്കോളാം, എന്നെ അടിക്കണ്ട. അടിയുറച്ച ആശ്രയം, വളരെ എളിമ, വിശുദ്ധി.
ഇത് നമ്മളിൽ ഉണ്ടാവാനാണ് എല്ലാ പരീക്ഷണങ്ങളും. ഒരു മനുഷ്യൻ നിലവിളിക്കുമ്പോൾ അവൻ ബോട്ടം ലെവലിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്തുകയാണ്. നിലവിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ അങ്ങേയറ്റം ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയായി എന്ന് സങ്കീർത്തനം. അവിടെ എത്തുന്നതിൻ്റെ തെളിവാണ് ഒരുത്തൻ്റെ നിസ്സഹായമായ നിലവിളി. എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് അയാൾ പറയുന്ന പോയിന്റാണ് ആ ലോവസ്റ്റ് പോയിന്റ്. ഈശോ എന്തിനാണ് ജോർദാനിലേക്ക് ഇറങ്ങിയെന്നറിയാം? ജോർദാനിൽ, അതായത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആയിരുന്നു ജോർദാൻ. അവിടാണ് ഈശോ പാപികളിൽ ഒരുവനെ പോലെ എണ്ണപ്പെടാൻ വേണ്ടി കാത്തു നിന്നത്. എളിമയുടെ അങ്ങേ അറ്റം. അവിടെ വെച്ചാണ് ദൈവം പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.